Hi all, ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള Adobe Photoshop സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഫോട്ടോഷോപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. Adobe Photoshop is a graphic designing software which is used widely in the areas of print publishing and visual media, and it is developed and marketed by Adobe, one of the largest education and production software developers in the world. And its initial release was in February 1990, and its latest version is Adobe Photoshop CC, and CC stands for Creative Cloud. Adobe Photoshop എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. മെയിനായിട്ട് വിഷ്വൽ ആൻഡ് പ്രിന്റ് മീഡിയയിലാണ് കൂടുതലായിട്ടും Adobe Photoshop എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്തേക്കുന്ന ആരാണ്? അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് Adobe എന്നൊരു കമ്പനിയാണ്. വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് Adobe. ഇനീഷ്യൽ റിലീസ് എന്നാണ് അതിന്റെ ഫസ്റ്റ് റിലീസ് നടന്നേക്കുന്നത്? ഫെബ്രുവരി 1990 അതിന്റെ ഫസ്റ്റ് റിലീസ് നടന്നേക്കുന്നത്. സോ അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് Adobe Photoshop CC ആണ്. CC എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ക്ലൗഡ് എന്നാണ്. അവർ ആ ഒരു ഗ്രൂപ്പിനെ മൊത്തം പറയുന്ന പേര് ക്രിയേറ്റീവ് ക്ലൗഡ് എന്നാണ്. അതായത് അഡോബിന്റെ ഫുൾ സോഫ്റ്റ്വെയർസും ഈ ക്രിയേറ്റീവ് ക്ലൗഡിനകത്ത് വരുന്നതാണ്. ഓക്കെ, അതാണ് CC സ്റ്റാൻഡ് ചെയ്യുന്നത് കേട്ടോ. CC സ്റ്റാൻഡ്സ് ഫോർ ക്രിയേറ്റീവ് ക്ലൗഡ്. നമ്മൾ പഠിക്കുന്ന വേർഷൻ 2019 ആണ്. ഇത്രയാണ് നമുക്ക് Adobe Photoshopനെ കുറിച്ച് പറയാനുള്ളത്. Adobe Photoshop വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പല ടൈപ്പ് ഡിസൈനുകളും Adobe Photoshop വഴി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് വർക്കുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഫിലിം ടൈറ്റിൽസ്. അതായത് നമുക്കൊരു ഫിലിമിന് എപ്പോഴും വേണ്ടത് എന്താണ്? അതിൻ്റെ ഒരു ടൈറ്റിലാണ് വേണ്ടത് അല്ലേ? സോ ഒരു ഫിലിം ടൈറ്റില്, ആ ഫിലിം ടൈറ്റിൽ നമ്മൾ ചെയ്യുന്നത് മെത്തേഡ് ടൈപ്പോഗ്രഫി വഴിയാണ് നമ്മൾ ഫിലിം ടൈറ്റിൽ ചെയ്യുന്നത്. ആദ്യമേ ഒരു പേപ്പറിലേക്ക് ആ ടൈറ്റിൽ ഡിസൈൻ പെൻസിൽ വെച്ച് വരയ്ക്കുന്നു. ദെൻ അതിനുശേഷം നമ്മളൊരു ഡിജിറ്റൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി, അതായത് ഫോട്ടോഷോപ്പ് പോലുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഡിജിറ്റലി അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷമാണ് ഈ ഒരു ടൈറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ടൈപ്പോഗ്രഫി വഴിയാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ഫിലിം പോസ്റ്ററുകൾ അല്ലെ, നമുക്കൊരു ഫിലിം പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണ്? ഫിലിം പോസ്റ്ററുകളാണ്. സോ ഫിലിം പോസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇമേജ് മാനിപ്പുലേഷൻസ് ഉണ്ട്. ഇമേജ് മാനിപ്പുലേഷൻസ് മീൻസ് പല സോഴ്സുകളിൽ നിന്ന് വരുന്ന ഇമേജുകളെ കൂട്ടിവെച്ച് ഒരു സിംഗിൾ ഇമേജ് ആക്കി എടുക്കുന്നതിനാണ് നമ്മുടെ ഇമേജ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞ ഫിലിം പോസ്റ്ററും ഇമേജ് മാനിപ്പുലേഷൻ ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഫിലിം പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആ ഫിലിം പോസ്റ്ററിനകത്ത് മെയിൻ ക്യാരക്ടർ കാണും, പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കാണും, അതുപോലെ തന്നെ ആ ഒരു മൂവിയിൽ ഏതെങ്കിലും ഒരു സീൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണും. അപ്പൊ ഈ ഇമേജുകളെല്ലാം നമ്മൾ പല സോഴ്സിൽ നിന്നല്ല എടുക്കുന്നത്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഇമേജുകളെ കൂട്ടിച്ചേർത്ത് ഒരു പോസ്റ്റർ ആക്കി എടുക്കുമല്ലേ? സോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇമേജ് മാനിപ്പുലേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ വെബ്സൈറ്റ് ലേഔട്ട് ഡിസൈൻസ്, അതായത് ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഡിസൈനുകൾ, പിന്നെ ഡിജിറ്റൽ പെയിന്റിങ്ങുകൾ. നിങ്ങൾ ഡിജിറ്റൽ പെയിന്റിങ്ങിനോടൊക്കെ എല്ലാവരും വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം ഇപ്പം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഇഷ്ടം പോലെ കാണാവുന്ന ഒന്നാണെന്ത്? ഡിജിറ്റൽ പെയിന്റിങ്ങുകൾ. അതായത് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ആ ഫോട്ടോനെ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതല്ലേ നമ്മൾ ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ പെയിന്റിങ്ങുകൾ, പിന്നെ കൺസെപ്റ്റ് ആർട്ടുകൾ. കൺസെപ്റ്റ് ആർട്ടുകൾ എപ്പോഴാണ് ആവശ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പക്ക ഒരു 3D ഫിലിം അല്ലെങ്കിൽ ഒരു ഗെയിം, ആ ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു സീൻ, ആ സീനിന്റെ ഒക്കെ ഒരു കൺസെപ്റ്റ് ആർട്ട് നമ്മൾ ആദ്യമേ തന്നെ ഏതെങ്കിലും ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് 3D സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ഒരു ആക്ച്വൽ സ്ട്രക്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെയൊക്കെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റെപ്പിൽ നമ്മൾ കൺസെപ്റ്റ് ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഗെയിം ആണെങ്കിലും ശരി, നമ്മൾ വലിയൊരു ഹോളിവുഡ് മൂവി, ഇപ്പം അവതാർ പോലുള്ള ഹോളിവുഡ് മൂവീസിൽ പല സെറ്റുകൾ, അതായത് ആ നാബിയ എന്ന് പറഞ്ഞ ആ ഒരു ക്രീച്ചേഴ്സിന്റെ അവരുടെ പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്പേസ് ഷിപ്പ്, ഇതെല്ലാം പ്രൊഡക്ഷനിൽ 3D സോഫ്റ്റ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റെപ്പിൽ അതിന്റെ ഒരു കൺസെപ്റ്റ് ആർട്ട് നമ്മൾ ഡിജിറ്റൽ ആയിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡ്രോയിങ് പാറ്റേണിൽ നമ്മളൊരു ഡിജിറ്റൽ ഡിസൈനിങ് സോഫ്റ്റ്വെയർ വഴി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെയൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആർട്ടുകൾ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മൂവീസിനും അതുപോലെ തന്നെ ഗെയിംസിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് ആർട്ടുകൾ, ലോഗോ ഡിസൈനുകൾ അല്ലെ. എല്ലാ പ്രൊഡക്റ്റിനും എന്തുണ്ട്? ലോഗോ ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു കമ്പനി ഉണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് കാണും? ഒരു ലോഗോ കാണും. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിന് നമുക്കൊരു ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഡിസൈൻസ് എന്ന് പറയും. ഫ്ലാറ്റ് ഡിസൈനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും പുതിയൊരു അഡ്വർടൈസ്മെന്റ് ട്രെൻഡാണ് ഫ്ലാറ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് അതൊരു 2D ഷേപ്പ് ആയിരിക്കും. അതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന ഇമേജുകളൊന്നും കാണില്ല. നമ്മൾ കാർട്ടൂണിക് ഷേപ്പിൽ കുറച്ച് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു പരസ്യം ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ 2D ആനിമേഷൻ, അതായത് കാർട്ടൂണുകൾക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ മോഡലും
അതുപോലെ തന്നെ 2D ആനിമേഷൻ, ഒരു കാർട്ടൂണിക് ആനിമേഷൻ, ഒരു സീനിനകത്ത് ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ ഒരു സ്ട്രക്ചറൊക്കെ 2Dയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാം. വിസിറ്റിംഗ് കാർഡ്, വെഡിങ് ആൽബം, ബ്രോഷർ, ഫോട്ടോ റീടച്ചിങ്, ഫ്ലെക്സ് ഡിസൈൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തിനകത്ത് ചെയ്യാം? ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി നമുക്ക് ഫോട്ടോഷോപ്പിന്റെ ഇൻസ്റ്റാളേഷനിലേക്ക് കിടക്കാം. ഇൻസ്റ്റാളേഷൻ മെത്തേഡുകൾ ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, കാരണം അത് കുറേ സമയം എടുക്കും. സോ നമുക്കൊരു വിൻഡോസ് അല്ലെങ്കിൽ ഒരു മാക് OS ഉള്ള ഒരു PC ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഹാർഡ്വെയർ റിക്വയർമെന്റ് ഉണ്ട്. സോ നമുക്ക് ആ ഒരു ഹാർഡ്വെയർ റിക്വയർമെന്റും കൂടെ പഠിക്കാം. കാരണം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു PC മേടിച്ച് അതിനകത്തേക്ക് ഈ Adobe Photoshop ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അന്ന് നിങ്ങൾ ഈ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റം കറക്റ്റ് ആയിട്ടും കോൺഫിഗർഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആവുള്ളൂ, അതുപോലെ സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം റിക്വയർമെന്റ് ഉണ്ട്. സോ ആ സിസ്റ്റം റിക്വയർമെന്റ് കൂടെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞേക്കാം. സോ ആ സിസ്റ്റം റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു PCയുടെ സിസ്റ്റം റിക്വയർമെന്റ് ആണ് ഞാൻ പറയുന്നത്. അതായത് Adobe Photoshop ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിസ്റ്റം റിക്വയർമെന്റ്. ഓക്കെ, സോ നമ്മുടെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം പ്രോസസ്സർ ആണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് മൊത്തം മിനിമം റിക്വയർമെന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ പ്രോസസ്സർ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നിൽ ഇന്റൽ അല്ലെങ്കിൽ AMDയുടെ ഏതെങ്കിലും ഒരു 64-ബിറ്റ് പ്രോസസ്സർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2 GHz ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഏത് പ്രോസസ്സറും ആകാം. അടുത്തത് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും മിനിമം Windows 7 എങ്കിലും വേണം, അതായത് 64-ബിറ്റ് Windows 7 ദെൻ ഹയർ, അതായത് Windows 10 Windows 8 ഏതെങ്കിലും. ദെൻ റാമിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മിനിമം ഇവർ പറഞ്ഞേക്കുന്നത് 2 GB റാം ആണ്. പക്ഷേ നമുക്ക് ഏറ്റവും മിനിമം 4 GB റാം എങ്കിലും വേണം. പക്ഷേ 8 GB റാം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ തുടക്കത്തിൽ വളരെ ചെറിയ വർക്കുകളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കുറച്ചും കൂടെ ഹയർ വർക്കുകളായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് റാം അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഗ്രാഫിക്സ് കാർഡിലേക്ക് വരുവാണെങ്കിൽ NVIDIA GeForce GTX 1050 ഓർ ഈക്വലന്റ്, ഓർ NVIDIA GeForce GTX 1660 ഓർ Quadro T1000. അത് ആ ഒരു സീരീസിൽ വരുന്ന NVIDIA GeForce അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രാഫിക്സ് കാർഡ്, അതായത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കണം. ദെൻ അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് സ്പേസ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം 3.1 GB വേണം. അതുപോലെ തന്നെ മോണിറ്റർ റെസൊല്യൂഷൻ 1280x800 ആയിരിക്കണം. ഡിസ്പ്ലേ റെസൊല്യൂഷൻ നമ്മുടെ ദെൻ OpenGL സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി അത് ഓപ്ഷണലാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് വിൻഡോസിന്റെ സിസ്റ്റം റിക്വയർമെന്റ്സ് വരുന്നത്. ദെൻ അതിനുശേഷം വരുന്ന ഏതാണോ മാക് OS ആണ്, അതായത് മാക്കിൻതോഷിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആപ്പിൾ സിസ്റ്റത്തിനാണെങ്കിൽ നമ്മുടെ സിസ്റ്റം റിക്വയർമെന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ പ്രോസസ്സർ എന്ന് പറയുന്നത് മൾട്ടികോർ ഇന്റൽ പ്രോസസർ വിത്ത് 64-ബിറ്റ് സപ്പോർട്ട്, സെയിം വിൻഡോസ് പോലെ തന്നെ. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മാക് OS, അതായത് വേർഷൻ 10.13, ദാറ്റ് മീൻസ് ഹൈസേറ, ഓർ മാക് OS വേർഷൻ 10.14 മോജാവോ, ഓർ മാക് OS വേർഷൻ 10.15 കെറ്റലീന, ഓർ മാക് OS 10.13.6 ഓർ ലേറ്റർ. അതാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാക് OSന്റെ. റാം സപ്പോർട്ട് വരുന്ന സെയിം തന്നെ 2 GB ആണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷനിൽ 8 GB അല്ലെങ്കിൽ 4 GB യൂസ് ചെയ്യുക. ഗ്രാഫിക്സ് കാർഡും സെയിം തന്നെ NVIDIA GeForce തന്നെ. ഹാർഡ് സ്പേസ് തന്നെ 4 GB വരണം, 8 മിനിമം റിക്വയർമെന്റ് ആയിട്ട്. മോണിറ്റർ റെസൊല്യൂഷനും സെയിം തന്നെ 1280x800 തന്നെ. OpenGL സപ്പോർട്ട് ആൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ. ഇത്രയാണ് നമ്മുടെ സിസ്റ്റം റിക്വയർമെന്റ്. സോ എല്ലാവർക്കും ഈ ക്ലാസ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.